ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? നമ്മളധികം അങ്ങനെ കയറാറില്ല. പക്ഷേ ഇന്ന് ടെറസിലൊന്ന് കയറിയാലോ എന്ന് പറഞ്ഞ് കയറിയതാണ് കേട്ടോ. ചെറിയൊരു ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. മഴയൊക്കെ കഴിഞ്ഞ് ടെറസിന് മേലാണ് കയറാറില്ല. നമ്മൾ ഇങ്ങോട്ടൊന്നും അങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതില്ല. അപ്പുറത്ത് തെങ്ങുകളും മരങ്ങളൊക്കെ ഉണ്ട്. അതിന് വേസ്റ്റൊക്കെ വീണു, പിന്നെ ഓലകളൊക്കെ കിടക്കുക, എല്ലാം അങ്ങനെ കിടക്കുന്നു. എല്ലാം ഇന്നൊന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് ഫ്രഷായി നമുക്ക് അടുത്തൊരു ഷോർട്ട്സ് വീഡിയോ ഇടണം. ഉണ്ടോ, എല്ലാം ഇതിൽ നിന്ന് കൊഴിഞ്ഞ് വീണതാണ് കേട്ടോ. ചില അയൽവാസികളാണെങ്കിൽ ഇങ്ങനെ വഴക്ക് വെച്ച് ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഓല വീണു, ഇല വീണു, ഞങ്ങളിത് പ്രശ്നമാക്കും എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ലോ കേട്ടോ. ഞാനൊരു പാവ. കുറച്ച് ക്ലീൻ ചെയ്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ്. ഇത് കണ്ടോ, കുരുമുളക് മുളക് നിറയുണ്ട്. ഒത്തിരി ഇതിൽ കായ്ക്കും കേട്ടോ. പക്ഷേ അവർ പറിക്കാറില്ല. അതുകൊണ്ടാണ് തോന്നുന്നത് ഇഷ്ടം പോലെ കായ്ക്കുന്നത്. ഉണ്ടോ, ഇഷ്ടം പോലെ. നമുക്ക് ചില സമയം ഇങ്ങനെ നിന്ന് പറിക്കാൻ പറ്റും കേട്ടോ. ഞാനൊന്ന് പറിച്ച് കാണിക്കാം. കണ്ടോ, നമുക്ക് ആവശ്യമുള്ള സമയം ഇതുപോലെ ഒന്ന് പറിക്കാറുണ്ട്. അവരങ്ങനെ ഒന്നും പറയാറില്ല. കാര്യം ഞങ്ങളുടെ അയൽവാസിയൊക്കെ നല്ല അയൽവാസികളാണ്. അതുപോലെ നമുക്കിത് ക്ലീൻ ചെയ്യണം. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ പോലെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുകൊണ്ടോ, അനിച്ചക്കയാണോ? പക്ഷെ അവരാണ് ഇത് നട്ട് വളർത്തിയെങ്കിലും നമ്മുടെ ഇങ്ങോട്ട് വരുന്നതെല്ലാം ഞങ്ങൾക്കുള്ളതാണ് കേട്ടോ. അത് നല്ലൊരു അയൽവാസിയാണ്. എല്ലാവരും ഒന്നും പറയാറില്ല. ഉണ്ടോ, കുറേ ഇതിന് മുമ്പ് വന്നതെല്ലാം ഞങ്ങളാണ് എടുത്തത്. കുറേ ഇഷ്ടം പോലെ വരും. ഉണ്ടോ, കാണുന്നുണ്ടോ? ഇഷ്ടം പോലെ. അങ്ങോട്ടൊക്കെ വരുന്നത് അവരങ്ങോട്ട് നിന്ന് പറിക്കും. പക്ഷെ ഇങ്ങോട്ടുള്ളത് അങ്ങനെ പറിക്കാറില്ല. ഇതൊന്ന് ക്ലീൻ ചെയ്യും മുമ്പേ നമ്മുടെ കണ്ടോ, അവരിഷ്ടം പോലെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മാങ്ങ മരമാണ്. അത് രണ്ടും. അപ്പുറത്തുള്ള റംബൂട്ടാൻ മിഠായി, പിന്നെ പേരയ്ക്ക, അങ്ങനെ കുറേ ഉണ്ട്. വാഴകൾ, കുറേ ഇഷ്ടം പോലെ. അവരെ മുറ്റം നോക്കിയാൽ തന്നെ അറിയാം. ഇഷ്ടം പോലെ ചെടികളും ഗാർഡനിങ് അതുപോലത്തെ ഏരിയ. നമുക്കതുപോലൊന്നുമില്ല. അതൊക്കെ ചക്കമരമാണ്. ചക്കമരം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവർക്ക്. പിന്നെ എൻ്റെ മേളിൽ, ടെറസിന് മേളിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഈ മരം നിൽക്കുന്നതുകൊണ്ട് അധികം വെയിലടിക്കത്തില്ല. കണ്ടോ, അപ്പുറ സൈഡ് വെയിലുണ്ട്, ഇവിടെ നല്ല തണലാണ്. ഇതുപോലെ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നല്ല കാറ്റും നല്ല അന്തരീക്ഷമാണ്. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഇഷ്ടമാണോ? ഈ മരങ്ങളും ചെടികളും അതിൻ്റെ ഇടയിലൊരു വീട് കാണാൻ എന്ത് രസമെന്നറിയോ. പിന്നെ ഈ കാറ്റുകളും പിന്നെ ഈ കുരുവികളൊക്കെ വന്നിട്ട് സൗണ്ടൊക്കെ വയ്ക്കും കേട്ടോ. നല്ല രസമാണ് കേൾക്കാൻ. ഞങ്ങൾ ചില സമയങ്ങളിൽ വൈകുന്നേരം എന്തെങ്കിലും സ്നാക്സോ അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കും. ഇവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കേൾക്കുന്നുണ്ടോ സൗണ്ട്? ഈ കാറ്റിൻ്റെയും, കാക്കകൾ കരയുന്നു, കുരുവികൾ. വൈകിട്ടാകുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. ഇഷ്ടം പോലെ കുരുവികൾ, കാക്കകളെല്ലാം ഇവിടെ വരും. ഇവിടെ കുറേ അടുത്ത് ചക്കമരമൊക്കെ ഉണ്ട്. ചക്കയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വരും. അത് പുളിമരമാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ചിലർ പറയാറുണ്ട്, ഈ പുളിമരത്തിൽ പണ്ടൊക്കെ ആണി അടിച്ച് വയ്ക്കാറുണ്ടെന്ന്. അത് സത്യമാണെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് സത്യം എന്താണെന്ന് അറിയത്തില്ല. ഈ പുളിമരത്തിലിങ്ങനെ പിശാചുക്കളൊക്കെ ഉണ്ടെന്ന് പറയും. കണ്ടോ, ഒരു കൊക്ക് കണ്ടോ? ഇതുപോലെ വൈകുന്നേരങ്ങളിൽ ഇഷ്ടം പോലെ വന്നിരിക്കും. ചില സമയങ്ങളിൽ എവിടെ നിന്നില്ലാതെ മയിൽ വരും കേട്ടോ. ഇവിടെ ആ പണി നടക്കുന്നില്ലേ വീട്, അതിൻ്റെ മേളിൽ വന്നിരിക്കും. അതിനെ കാണാൻ വേണ്ടി എൻ്റെ പിള്ളേർ ഓടി വരും. പക്ഷെ ഇതുവരെ അതിൻ്റെ പീലി കിട്ടിയിട്ടില്ല, മയിൽപ്പീലി. നല്ല ശുദ്ധവായുവാണ്. ഈ വീട്ടിലുണ്ട് കുറേ ചെടികൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലെ ഞാൻ ഇവിടെ വന്നിരിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തോ
മനസ്സിൽ കുറച്ച് ഭാരങ്ങളൊക്കെ പോയതുപോലെ തോന്നും. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് ഇതൊക്കെ ആസ്വദിക്കാനൊക്കെ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അടുത്തൊരു വീഡിയോയിലോട്ട് പോവാം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാക്കയെ ഇവിടെ ഒന്നുമില്ല കഴിക്കാൻ തരാൻ. നാളെ വാ കാക്കേ. എന്നാൽ ശരി, വയ്ക്കുവാണേ.